ശക്തിയുള്ള ഒരു ക്ഷേത്രമായിരുന്നു. ഇന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഞങ്ങൾ ഒരുങ്ങി ഇത്ര സുന്ദരികളായിട്ട് എവിടെ പോകുമായിരിക്കും. 550 വർഷത്തോളം പഴക്കമുള്ള ഞങ്ങളുടെ നാട്ടിലെ തന്നെ ഒരു കൊച്ചമ്പലം. വർഷങ്ങളായിട്ട് അതിൻ്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 550 വർഷത്തോളം പഴക്കമുള്ളൊരമ്പലമാണ്. എനിക്ക് ഇത് ഇവിടെയുള്ള ആൾക്കാരും പഴയ ആൾക്കാർ പറയുന്നത് ഇത് ഒരൊറ്റ അമ്പലമായിരുന്നു, ഒരു ഗ്രാമം തന്നെ ഒരു അമ്പലമായിരുന്നത്. പിന്നീട് എന്തോ തർക്കങ്ങൾ വന്നപ്പോൾ രണ്ടായി പിരിഞ്ഞ് താഴെ ഒരു അമ്പലമുണ്ട്, അവിടോട്ട് മാറിയെന്നൊക്കെയാണ് പറയുന്നത്. പിന്നീട് ഇതിന് നോക്കാൻ വേണ്ടി അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ആളുകളില്ലാതെ അങ്ങനെ പല പല എന്താ പറയുന്നത് നല്ലതല്ലാത്ത കാര്യങ്ങൾ നടന്നപ്പോൾ അതിന് ഒരു പ്രശ്നം വെപ്പ് നടത്തിയപ്പോഴാണ് ഈ അമ്പലം നമ്മൾ പരിപാലിക്കാത്തതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് അറിഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീടാണെങ്കിൽ എന്താ പറയുക ഈ അമ്പലം ആൾക്കാർ ഏറ്റെടുത്ത് അതിൻ്റെ പണി കഴിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നിരവധി പേരുണ്ട്. നമുക്ക് ഇഷ്ടംപോലെ പേരെടുത്ത് പറയാൻ പറ്റാത്ത തരത്തിലുള്ള നിരവധി ആൾക്കാർ ഇതിൻ്റെ പിന്നിൽ സഹായങ്ങളും അതുപോലെ ഇത്രയും വർഷത്തെ കഷ്ടപ്പാടുകൾ എന്ന് വെച്ചാൽ ഈ ഒരു അമ്പലം ഈ നിലയിൽ എത്താൻ വേണ്ടി എന്ന് വെച്ചാൽ അനേകം പേര് തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പം ഇപ്പം 5 ദിവസത്തോളമുള്ള ഒരു ഉത്സവമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അതിൻ്റെ തുടക്ക ദിവസമാണിന്ന്. ഇന്ന് ആദ്യത്തെ ദിവസം എന്ന് പറയുന്നത് പടയണിയാണ്. ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും പടയണി കഴിഞ്ഞിട്ടുണ്ടാകും. എന്നാലും നമുക്ക് അമ്പലവും അതിൻ്റെ ചുറ്റുപാടുകളും അതിൻ്റെ ചരിത്രങ്ങളും എല്ലാവരിൽ നിന്നും എനിക്കിപ്പം പറഞ്ഞു തരുന്നതിൽ പരിമിതികളും, കാരണം എനിക്കതിനെപ്പറ്റി കാര്യമായിട്ട് അറിയത്തില്ല. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ആധികാരികമായിട്ട് അറിയാവുന്ന ആൾക്കാരോട് ഇതിനെപ്പറ്റി ചോദിച്ച് നമുക്ക് എല്ലാ വിവരങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാം. ഈ കാണുന്നത് നമ്മുടെ അമ്പലത്തിൻ്റെ വഞ്ചിയാണ്. ഈ വഞ്ചിയിലാണ് എല്ലാവരും പൈസ വെച്ചുകൊണ്ടിരുന്നത്. ഈ വഞ്ചി പൊളിക്കാതെ നിന്നപ്പോൾ എല്ലാവർക്കും വിഷമമായതുകൊണ്ട് തന്നെ ഇത് പൊളിക്കാതെ തന്നെ ഇതടിച്ചിട്ട് അപ്പുറത്തൊരു വഞ്ചി വെച്ചേക്കുകയാണ്. ഇതാണ് അമ്പലത്തിൻ്റെ വെളിയിൽ നിന്നുള്ള ഇഷ്യൂല് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിനി അകത്തോട്ട് പോയി ഇപ്പോൾ പുതുതായിട്ട് തുടങ്ങിയിട്ടുള്ളൂ, ഇനി ഇത് വികസിച്ചൊക്കെ വരും. ഇതാണ് ഞങ്ങളുടെ അമ്പലം. ഇവിടെ എപ്പോൾ വന്നാലും ഒരു പോസിറ്റീവ് ഫീലാണ്. എൻ്റെ ഒരു വിശ്വാസം, എനിക്ക് എന്ത് നല്ല കാര്യം നടന്നാലും ഞാനിവിടെ എപ്പോഴും വന്ന് പ്രാർത്ഥിച്ചിട്ടേ പോകാറുള്ളൂ. ഇവിടെ വന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് സാധിക്കും, എനിക്ക് സാധിച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഒരു വിശ്വാസം, ഇവിടെ വന്നാലേ എനിക്കത് നടക്കൂ എന്നൊരു വിശ്വാസമാണ് എനിക്ക്. നമുക്കിവിടെ വന്ന് നോക്കിയാൽ തന്നെ കാണാം അവരുടെ സ്വപ്നം സഫലമാകാൻ പോകുന്നതിൻ്റെ ഒരു സന്തോഷവും ജാതിയും മതവും ഒന്നും നോക്കാതെ എല്ലാവരും ഒന്നായിട്ട് നിന്ന് സന്തോഷത്തോടെ ഓരോ ജോലികൾ ചെയ്യുകയും അതിനുവേണ്ടി അവരിപ്പോഴും കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കിവിടെ നേരിട്ട് വന്ന് കാണാൻ സാധിക്കും. പഴയ അമ്പലം പൊളിച്ചപ്പോൾ പ്രതിഷ്ഠ കൊണ്ടുവന്ന് ഇവിടാണ് 10 വർഷമായിട്ട് ഇവിടാണ് പ്രതിഷ്ഠ കൊണ്ടുവച്ചിരിക്കുന്നത്. ഈ 10 വർഷത്തിൽ ഞാൻ ഇവിടെ വന്നാണ്, ഞാനെന്നല്ല ഈ ഗ്രാമത്തിലെ എല്ലാവരും ഇവിടെ വന്നാണ് അമ്മയോട് പ്രാർത്ഥിച്ചിട്ടുള്ളത്. അവിടുന്ന് പ്രതിഷ്ഠയല്ല ബാലാലയ പ്രതിഷ്ഠ എടുത്ത് ഇവിടെ കൊണ്ടുവച്ചേക്കുക അമ്പലത്തിൽ. ഇതിന് മാറ്റുന്നത് എപ്പോഴാണ്? ഇത് മാറ്റുന്നത് നാളെ പോയി പ്രതിഷ്ഠ എടുത്തുകൊണ്ട് വരും. ഇവിടെയാണ് രാവിലെ പടയണി നടന്നത്. ഇതൊക്കെ ഇവിടെ പ്രതിഷ്ഠകൾ വയ്ക്കാൻ വേണ്ടിയിട്ട് പണിഞ്ഞിട്ടേക്കുന്ന തറകളാണ്. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ തൊഴുതിട്ട് പുതിയ അമ്പലം കാണാൻ വേണ്ടി പോവുകയാണ്. ഈ സ്റ്റെപ്പ് കയറുമ്പോഴത്തേക്ക് ഒന്നാലോചിക്കുമ്പോൾ എങ്ങനെ കിടന്നൊരു അമ്പലത്തെ ഈ രീതിയിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലുള്ളവരാണെങ്കിലും നമ്മുടെ നാട്ടിൽ നിന്ന് പ്രവാസികളായി പോയ ആൾക്കാരാണെങ്കിലും നിരവധി പേര് അവരുടെ ചെറിയ വരുമാനത്തിൽ നിന്ന് ഒരു ഭാഗം അമ്മയ്ക്കായി സമർപ്പിച്ച് ഈ രീതിയിൽ എത്തിക്കാൻ സഹായിച്ചു. 10 വർഷം എന്നത് ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ കാലയളവല്ല. അവരുടെ സ്വപ്ന സബലീകരണത്തിനായി ഈ ദിവസങ്ങൾക്കായുള്ള കാത്തിരിപ്പിൻ്റെ ഒരു വലിയ യാത്ര തന്നെയായിരുന്നു.
അതിൽ നമ്മുടെ നാട്ടിലെ ആൾക്കാർ മാത്രമല്ല, അതുപോലെ തന്നെ വെളിയിൽ നിന്ന് നമുക്ക് അറിഞ്ഞോ അറിയാതെയും നിരവധി ആളുകളുടെ സഹായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് കണ്ടോ, പശുവിനെ ഇവിടെ കൊണ്ട് ധാന്യങ്ങൾ കൊടുത്തിട്ട് ചാണകം ഇവിടെ ഇടിച്ച് ശുദ്ധിയാക്കിയതാണ് ആ കിടക്കുന്നത്. ഈ കിളിച്ച് വയ്ക്കുന്നതെല്ലാം ധാന്യങ്ങൾ പശുവിനിട്ട് കൊടുത്തതിൻ്റെയാണ്. ഇതാണ് അമ്പലത്തിൻ്റെ എന്താ പറയുക, കമ്മിറ്റി മീൻസ് സാധനങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയൊക്കെ സ്റ്റോറേജ് ഏരിയ പോലെ ചെയ്തേക്കുന്നത്. ഈ രീതിയിൽ ഈ അമ്പലത്തെ എത്തിക്കാൻ ഒരിക്കലും കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചല്ല. ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും എന്താ പറയുന്നത്, ഒരുപാട് അഭിനന്ദനങ്ങൾ ഈ രീതിയിൽ എത്തിക്കാൻ സാധിച്ചതിൽ. ഇതാണ് വർഷങ്ങളോളം അവിടെയാണ് നമ്മൾ വിഗ്രഹം മാറ്റി വെച്ചത്. ഇനി ഇത് ഇവിടോട്ട് നമ്മൾ മാറ്റി. ഇവിടെ നമ്മുടെ നാടിനെക്കുറിച്ചും നമ്മുടെ ഐതിഹ്യങ്ങളും നമ്മുടെ അമ്പലത്തെക്കുറിച്ചും നന്നായി അറിയാവുന്ന നിരവധി ആൾക്കാരുണ്ട്. അവരോട് പോയി ഇതിൻ്റെ കാര്യങ്ങൾ നമുക്ക് ആധികാരികമായി ചോദിക്കാം. 70-72 വർഷത്തെ പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു മൂലം. ആദ്യം തുടങ്ങി 72 ആ കാലത്ത് ഞാൻ ഇവിടെ വന്നപ്പം ഇവിടെ ഒരു തിരി വെക്കുന്ന ഒരു കല്ല് മാത്രമേ ഉള്ളായിരുന്നു. കല്ലിൽ നിന്ന് തിരി കത്തിച്ച് ശക്തി സ്വരൂപിച്ച് മല ദൈവങ്ങളെ സാക്ഷി നിർത്തി ആ വിളക്ക് കൊളുത്തി ഉയർന്നു വന്ന് ഇവിടെ അധിവസിക്കുന്ന ദേവികളുണ്ട്, ദേവനുമുണ്ട് എന്ന് കണക്ക് കൂട്ടി പലതവണ പൂജിച്ച് ലാസ്റ്റിൽ ദേവി ഇവിടെ കുടികൊള്ളുന്നു എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ രീതിയിൽ ഇവിടെ ദേവിയെ സങ്കല്പിച്ച് തിരിയും കൊളുത്തി പൂജയും നടത്തി. അങ്ങനെയാണ് ക്ഷേത്രം ഇത്തരത്തിലായതും പുരോഗമിച്ചത്. അതിൻ്റെ വെളിച്ചത്തിൽ 25-ാം തീയതി മാർച്ച് 25-ാം തീയതി 11:30 35 ആവുമ്പോഴത്തേക്ക് പ്രതിഷ്ഠാകർമ്മം നടത്താനൊക്കെ ഉണ്ട്. ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളുടെയും സഹായ സഹകരണം കൊണ്ടാണ് ഇത്രയും ഈ രീതിയിൽ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം ഇപ്പോൾ പൂർത്തീകരിച്ചു എന്ന് വേണം പറയാൻ. ഇത്രയേ ഉള്ളൂ എനിക്കിപ്പോൾ പറയാൻ. നമ്മുടെ ഈ അമ്പലം എനിക്കിപ്പോൾ ഒരു 40 വർഷം കൊണ്ടുള്ള അറിവേ ഉള്ളൂ. അതിന് മുമ്പ് തൊട്ടേ ഇവിടെ നമ്മുടെ ഇവിടുത്തെ ചീരാളിന് ഒരാളിയുടെ കുടുംബം ഇവിടെ തിരി കൊടുത്തി ഇവിടെ ഒരു ദീപം കൊളുത്തിയെന്നാണ് പറയുന്നത്. അതെനിക്ക് കേട്ട് അങ്ങനെയുള്ള അറിവാണ്. അന്ന് മുതൽ ഇവിടെ വിളക്ക് കത്തിക്കുകയും അന്ന് ഇവിടെ അമ്പലമൊന്നുമില്ല, കല്ലേല ഇവിടെ ഓരോ ദീപങ്ങളും കൽവിളക്കല കത്തിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അത് പിന്നെ ഇവിടുത്തെ നാട്ടുകാരൊക്കെ അവിടെ ഒത്തുകൂടി അവിടെ ഒരു ചെറിയ ഓല കൊണ്ടുള്ളൊരു ക്ഷേത്രം ഉണ്ടാക്കി അതിനകത്ത് വിളക്ക് കത്തിച്ച് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന കൂട്ടത്തിൽ ഇവിടുത്തെ പഴയ ആൾക്കാർ മുമ്പേ പറഞ്ഞ ആ വ്യക്തികൾ ഒക്കെ സാന്നിധ്യത്തിൽ പിന്നെ നമുക്കിവിടെ ഒരു അമ്പലം തീർക്കണമെന്ന് ഇവിടുത്തെ വീട്ടിൽ നല്ല പഴയ ആൾക്കാർ ഒരുമാതിരിപ്പെട്ടവരെല്ലാം കൂടെ ഒത്തുകൂടി ഒരു ചെറിയ ശ്രീകോവിൽ ഇവിടെ പണിത്. ആ ശ്രീകോവിൽ അന്ന് ആ പണിതവരൊന്നും ഇന്ന് നമുക്കിവിടെ ജീവിച്ചിരിപ്പില്ല, അവരെ മൺമറഞ്ഞു പോയി. എന്നിരുന്നാലും ആ ശ്രീകോവിൽ വിളക്ക് കൊളുത്തി അവിടെ നമ്മൾ ഇങ്ങനെ പ്രശ്നങ്ങൾ മലയെ സങ്കല്പിച്ചാണെങ്കിലും പിന്നെ പ്രശ്നങ്ങൾ വെച്ചപ്പോൾ അത് ദേവിയുണ്ട് ഭഗവാനുണ്ട് എന്നൊക്കെയുള്ള അറിവ് കിട്ടി. അതിന് പ്രകാരം ദേവിയെ സങ്കല്പിച്ച് ഇവിടെ പൂജകൾ അമ്പലത്തിൽ നടത്തി. അങ്ങനെ ഇരിക്കാൻ നമ്മുടെ അമ്പലത്തിനൊരു ദേവപ്രശ്നം നോക്കിയപ്പോൾ അമ്പലത്തിനൊരു ചെറിയ വിള്ളലുണ്ടെന്ന് അറിഞ്ഞ് അങ്ങനെ അമ്പലം പൊളിച്ചു കഴിഞ്ഞ് ബാലാലയ പ്രതിഷ്ഠ നടത്തി. ഇവിടെ 10 വർഷമായി നമ്മളിവിടെ ദേവിയെ ബാലാലയത്തിലാക്കിയിട്ട്. ഇവിടെ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ളൊരു മലമ്പ്രദേശമാണ്. അപ്പോൾ അന്നത്തെ ആ സാമ്പത്തികം അനുസരിച്ച് നമ്മുടെ ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ പണികൾ പെട്ടെന്ന് നടത്തി തീർക്കാൻ ഒത്തില്ല. അങ്ങനെ പ്രതിഷ്ഠ ഉറപ്പിക്കാനുള്ള ഒരു അവസരം നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരായ ആൾക്കാരായി ഒത്തുകൂടി അവർ നല്ല രീതിയിലുള്ള സഹായ സഹകരണങ്ങളും സാമ്പത്തികവും നൽകി എല്ലാ കാര്യങ്ങളും ഇവിടെ നല്ല ഉത്സവ കമ്മിറ്റി എടുത്ത് അവരുടെ സഹായത്തോടും അവരുടെ ആ സഹകരണവും കൊണ്ട് പെട്ടെന്ന് തന്നെ ഏതാണ്ട് 2 മാസത്തിനുള്ളിൽ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ച് നമ്മുടെ ദേവിയുടെ പ്രതിഷ്ഠ നടത്താനൊരു അവസരമായി. അത് ഈ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷപ്രദമായൊരു കാര്യമാണ്. ഒരു ഉത്സവമായി അത് മാറ്റി ആ ഇവിടുത്തെ ജനങ്ങൾ.
അവരത് 21-ാം തീയതി മുതൽ നമ്മുടെ പ്രതിഷ്ഠാ കർമ്മങ്ങളിലെ പൂജകൾ തുടങ്ങും. നാളെ 21-ാം തീയതി ചെങ്ങന്നൂർ നിന്ന് ദേവിയുടെ ഉപദേവതകളായ മലദൈവങ്ങളുടെ, അതുപോലെ തന്നെ നാഗദൈവങ്ങളുടെ പ്രതിഷ്ഠ, അതുപോലെ മുരുകനെ, കൃഷ്ണനെ, ശിവനെ, ഇവരുടെ എല്ലാം ഉപദേവതകളായി സ്ഥിതി ചെയ്യുന്നുണ്ട്. അവരുടെ എല്ലാം ദേവിയുടെ കാവൽക്കാരായിട്ട് ഇവിടെ കുടികൊള്ളുന്നുണ്ട്. ഇവരുടെ എല്ലാം പ്രതിഷ്ഠകൾ ഘോഷയാത്രയായി വ്യാഴാഴ്ച ഇവിടെ കൊണ്ടുവരും. 4 മണി തൊട്ട് നമ്മുടെ അള്ളങ്കലൊരു ശിവക്ഷേത്രം, മഹാദേവ ക്ഷേത്രമുണ്ട്. അവിടെ മുതൽ ഘോഷയാത്രയോടുകൂടി നമ്മുടെ SNDP ബുക്കിന് വന്ന് അവിടെ നിന്നും തിരിച്ച് മേളിൽ കിഴക്കൊരു മലദൈവങ്ങളുടെ ഒരു ക്ഷേത്രമുണ്ട്. അവിടെയും പോയി ശേഷം ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ ദേവിയെ ഇവിടെ കൊണ്ടുവരും, പ്രതിഷ്ഠ ഇവിടെ കൊണ്ടുവരും. അതിനുശേഷം 4 ദിവസത്തെ പൂജകൾ നടത്തി മാർച്ച് 25-ാം തീയതി 11-നും 11:30-നും 12-15-നും മധ്യയുള്ള മുഹൂർത്തത്തിൽ ഇവിടെ ദേവി പ്രതിഷ്ഠ നടത്താനുള്ള തീരുമാനങ്ങളെടുത്ത് അതിൻ്റെ സന്തോഷത്തിലാണ് ഇന്നത്തെ ജനങ്ങളിവിടെ എല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട്. രാവിലെ ഇവിടെ ഒരു പടയണി നടത്തി. അങ്ങനെ നല്ല നല്ല പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നു. ഞങ്ങളുടെ എല്ലാം ഒരു വലിയ ആഗ്രഹമായിരുന്നു ഈ ഒരു പ്രതിഷ്ഠ നടന്നു കാണുന്നത്. ആ ആഗ്രഹം എല്ലാവർക്കും സാധിക്കുന്ന ഒരവസരമായിട്ട് ദേവിയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാ കാര്യങ്ങളും നടക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ സന്തോഷത്തോടെ ഞങ്ങളെ ഭക്തജനങ്ങളെല്ലാവരും ഇവിടെ കഴിയുകയാണ്. അമ്പലത്തിൻ്റെ ആദ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഈ അമ്പലം ഇവിടെ ഉണ്ടായിട്ട് ഇത് തിരി കത്തിച്ച് ഇത് തുടങ്ങിയിട്ട് പിന്നെ 72 വർഷങ്ങളാണ്. ഈ 72 വർഷത്തിനകം നമ്മൾ 10 വർഷമായി ഇത് 10 വർഷം ആകാൻ പോകുന്നു പണി. ഇപ്പം ഇത് തുടങ്ങിയിട്ട് പണി തുടങ്ങിയിട്ട് ഇപ്പോൾ അത് മംഗളമായിട്ട് ആ കാര്യങ്ങളൊക്കെ നടന്ന് വരിക. 25-ാം തീയതി പ്രതിഷ്ഠാ ദിനമാണ്. 11:30 കഴിഞ്ഞ് 12:30-ാകമായിട്ട് നാട്ടുകാരുടെയും അല്ലാതെ നമ്മുടെ ഈ പിന്നെ ഈ എല്ലാ നാട്ടിലും ഉള്ള ആ സാമ്പത്തികത്തിൻ്റെ ഇതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഇത് നടക്കാനില്ല. ഇവിടെ കുറേ ആൾക്കാരുണ്ട്, അവർക്ക് സാമ്പത്തികമില്ലാത്ത ആൾക്കാരാണ്. അപ്പം മറ്റ് പൊതുജനങ്ങളുടെ ആ സഹായം കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ നടത്തുന്നത്, ജനങ്ങളുടെ. അപ്പം അതുകൊണ്ട് ഇത് മംഗളമായിട്ട് നടക്കണമെന്നാണ് മലയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഇത്. അത് കഴിഞ്ഞാൽ മലയുടെ ശക്തി ഇവിടെ ജനങ്ങൾ അവർക്ക് വിശ്വാസമായി ആ വിശ്വാസത്തിൻ്റെ പേരിൽ ഇത്രയൊക്കെ ചെയ്ത് തീർക്കാൻ കഴിയും. ഇനിയും ഇരട്ടി ജനങ്ങൾ ഇവിടെ ഈ അമ്പലത്തിൻ്റെ പേര് പറഞ്ഞ് ആ സംഭാവന ചെയ്യുകയും നമുക്കത് തക്ക രീതി ഞങ്ങൾ കൈകാര്യം ചെയ്യുക. എനിക്ക് കൂടുതലൊന്നും അറിയത്തില്ല. ഇപ്പം എനിക്ക് 60 വയസ്സുണ്ട്. പിന്നെ 60 വയസ്സ് കഴിഞ്ഞു. അപ്പം 6 വയസ്സ് തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാം. പിന്നെ ഇവിടുത്തെ വെടിവഴിപാട് എൻ്റെ അച്ഛനാണ് വെച്ചത്. എൻ്റെ അച്ഛനെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ അത് ഇവിടുത്തെ പള്ളിയുടെ എല്ലാം വെടിവെപ്പ് എൻ്റെ അച്ഛനായിരുന്നു. അപ്പം 5 പേര് കൂടി ഇവിടെ നടത്തി ഈ ഊരാളിയുടെ അച്ഛനെ കൊണ്ട് തിരി കത്തിപ്പിച്ചു. ഇത്ര സംഭവം എനിക്കറിയാം. പിന്നെ അന്നിവിടെ എല്ലാം പറങ്ങാൻ തോട്ടമായിരുന്നു. സർപ്പക്കുഞ്ഞുങ്ങൾ ഇതിലെല്ലാം പോയി ഞങ്ങൾക്ക് ആർക്കും ഒരു ശല്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇപ്പം നല്ല ഇതായിട്ട് എല്ലാവരും വരുന്നുണ്ട്. നല്ല കാഴ്ചപ്പാടും എല്ലാ അനുഗ്രഹമായിട്ട് വരുന്നുണ്ട്. എല്ലാം ആർക്കും ഒരു ആപത്ത് ഒന്നും ഉണ്ടാവരുത്. എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം. ഇത്രയേ ഉള്ളൂ പറയാം. മക്കളെ വർഷങ്ങളോളം കഴിഞ്ഞ ഒരു ക്ഷേത്രമായത്. ഇതിങ്ങനെ ആണ് വീണങ്ങ് അതപ്പത്തിന് ചാട്ടങ്ങനെ ഇരുന്നു. ഞങ്ങൾ ഇവിടെ എന്നെ പത്തനംതിട്ട കല്യാണം കഴിച്ചുകൊണ്ട് വന്നു. അന്ന് ഞാൻ വന്ന കാലത്ത് പാപ്പിനെന്ന് പറയുന്ന ആ കോട്ടയിൽ നിന്നൊരു വാള് വന്ന് ഇവിടെ താണു. ഞാനത് കണ്ടു. എൻ്റെ അമ്മായിയപ്പനാണ് ഇവിടെ വിളക്ക് വെച്ചതും. അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങളിത് പ്രാർത്ഥിച്ച് ദൈവത്തെ വിളിച്ചും അപ്പൂപ്പനെ വിളിച്ചും മലയെ വിളിച്ചും ഒക്കെ ഇത്രമയൊക്കെ എത്തിച്ചു. ജനങ്ങളെല്ലാം കൂടെ കൂടി ഇന്ന് നമുക്ക് നല്ലൊരു ക്ഷേത്രമായി. നമുക്ക് അവിടുന്ന് ആ ക്ഷേത്രത്തിനൊരു വിഗ്രഹം കൊണ്ടുവരാൻ പിന്നെ ആ സ്ഥലത്ത് പോയി എല്ലാം കൊടുത്തിരിക്കുന്നു. നാളെ പോയി വിഗ്രഹം കൊണ്ടുവന്ന് ഇതെല്ലാം ഉറപ്പിക്കും. സന്തോഷമായിട്ട് ആൾക്കാരെല്ലാം നല്ല സന്തോഷമായിട്ട് ഒരു ഇതുപോലെ പറഞ്ഞ് ഞങ്ങളെപ്പോൾ ഒന്ന് തൊഴാൻ വന്നാലും എൻ്റെ കോട്ടപ്പാറയമ്മേ ഞങ്ങളുടെ അമ്പലം ഉയർന്നു കിട്ടണമെന്ന് പ്രാർത്ഥന മാത്രമേ ഉള്ളായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ
കൂട്ടിന് ഒരമ്മയും വരുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ സന്തോഷമായി. ഇത് ഉയർന്നുയർന്ന് മുന്നോട്ട് പോണേ, ജനങ്ങളെല്ലാം അറിയണേന്ന് ഞങ്ങളുടെ ഒറ്റ പ്രാർത്ഥനയേ ഉള്ളത്. അപ്പോഴാണ് എനിക്ക് പറയാൻ. ക്ഷേത്രത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്രത്തിലെ എൻ്റെ ഓർമ്മ പ്രായമുള്ള ആൾക്കാർ പറഞ്ഞത് ആദ്യമേ ഇവിടെ ഒരു കൽവിളക്ക് മാത്രമേ ഉണ്ടായിരുന്നു. അത് കല്ലേരി അപ്പൂപ്പനെ ധ്യാനിച്ചുകൊണ്ടും ഓർത്തുകൊണ്ടും ചെയ്ത ഒരു സംഭവമായിരുന്നു. അത് കഴിഞ്ഞ് കുറേ ആൾക്കാർ അത് മാറ്റി ശിവക്ഷേത്രമാണെന്നും പറഞ്ഞ് ആ സങ്കല്പത്തിൽ വിളക്ക് എത്തിക്കുകയും വീണ്ടും അത് പിന്നെ ഒരു ബോധോദയം ഉണ്ടായി ദേവീക്ഷേത്രമാണെന്ന്, ദേവിയുടെ സന്നിധി അല്ലെ ദേവിയുടെ അനുഗ്രഹമുണ്ട് അല്ലെ ദേവിയുടെ സാന്നിധ്യമുണ്ട് എന്ന് സങ്കല്പിച്ചുകൊണ്ട് പിന്നെ വിളക്ക് കത്തിക്കുകയും ആരാധനകൾ നടത്തുകയും ചെയ്തു. അങ്ങനെ ഇപ്പോൾ ഈ 2024 ഏറ്റവും നല്ലൊരു ക്ഷേത്രമായി പേര് കേട്ട അല്ലെ അനുഗ്രഹമുള്ള എല്ലാവർക്കും അനുഗ്രഹിക്കുന്ന ഒരു ദേവിയായി ഇവിടെ വളരുകയും ആ ദേവിയെ ഇവിടെ പ്രതീക്ഷിക്കാനുള്ള സുവർണാവസരം ഈ 25-ാം തീയതി നമുക്ക് കൈവന്നിരിക്കുകയാണ്. അത് നല്ലൊരു സംരംഭമായി വളരണം എന്ന് അമ്മയോട് പ്രാർത്ഥിക്കുന്നു. അമ്പലം എന്ന് പൊളിച്ചോ അന്ന് അതിന് മുന്നേ തൊട്ട് അന്ന് തൊട്ട് ഇന്ന് വരെ കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ കുടുംബമായിട്ട് എല്ലാവരും ഒന്നിച്ച് നിന്ന് പ്രവർത്തിച്ച് ഇപ്പോഴും കഷ്ടപ്പെടുക. അപ്പോൾ വന്ന എല്ലാവർക്കും വേണ്ടി എല്ലാ ജോലികളും ചെയ്യുന്ന ഇപ്പോൾ പറയുന്നത് കേട്ടോ. എനിക്ക് 1979 മുതലുള്ളത് അറിയത്തുള്ളൂ. അപ്പോൾ അതുമുതൽ ഇവിടെ കാട് പിടിച്ച് കിടന്നൊരു പാറയായിരുന്നു. പാറയുടെ മുകളിലെ ഒരു കുത്തുവിളക്ക് ആയിരുന്നു. ആ കുത്തുവിളക്കിലാണ് അത് വിളക്ക് കത്തിച്ചുകൊണ്ടിരുന്നത്. അത് നമ്മുടെ ഈ പ്രദേശത്തുള്ള ഒരു മുതിർന്ന ഒരു ആളാണ്, നമ്മുടെ ചീരാണ്ടൂരാളി. പുള്ളിയാണ് കാര്യങ്ങളെല്ലാം ചെയ്തു വന്നത്. പുള്ളിയുടെ കൂടെ ശങ്കരനാശാരി, ഇവിടെ ശങ്കരനാശാരി അവരെല്ലാവരും ഈ പ്രദേശത്തുള്ള എല്ലാ ആൾക്കാരും കൂടെ കൂടി കുറേശ്ശെ ക്ഷേത്രം ആക്കി. ചെറിയ പുൽഷെഡായിരുന്നു, പിന്നെ ഓലഷെഡായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓടിട്ട് ഒരു ചെറിയൊരു ക്ഷേത്രം പൊളിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത് പൊളിച്ച് 10 വർഷം കൊണ്ട് ക്ഷേത്രം പണിയാനെ കൊണ്ട് നമ്മൾ തുടങ്ങി. നമുക്ക് സമ്പത്തില്ലായിരുന്നു. പിന്നെ ഈ പ്രദേശത്തുള്ള എല്ലാ ആൾക്കാരുടെയും സഹായം കൊണ്ട് നമ്മൾ ഇത്രയൊക്കെ ആക്കി കൂട്ടി ഇപ്പോൾ പൊതുവായിട്ട് എല്ലാവരും കൂടെ ഒന്നിച്ചു കൂടി നമ്മൾ ഇനി പ്രതിഷ്ഠാ കർമ്മം നിർവഹിക്കുകയാണ്. അതിലെ അതിയായ സന്തോഷവും ഉണ്ട്, ബഹുമാനമുണ്ട്. നല്ലതായിട്ട് എല്ലാം മുന്നോട്ട് പോകട്ടെ എന്ന് ദേവീനാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ദേവീക്ഷേത്രത്തിലെ പ്രതിഷ്ഠാകർമ്മമാണ് ഈ നാട്ടിലെല്ലാവരും ആഗ്രഹിച്ച് 10 വർഷമായിട്ട് പൊളിച്ചിട്ടേക്കുന്ന ഒരു അമ്പലമായിരുന്നു. ഇപ്പോൾ അമ്മയുടെ പ്രതിഷ്ഠ ഉറപ്പിക്കുന്ന സമയമാണ്. അതിനെല്ലാവരും സഹകരിക്കണം, സഹായിക്കണം. പിന്നെ നമുക്ക് ഇവിടെ എല്ലാ മനുഷ്യർക്കും ഓരോരോ അനുഭവങ്ങളായാലും എല്ലാവർക്കും ദോഷങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം കരകയറി നല്ലൊരു ശക്തിയുള്ള അമ്മയാണ്. അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും സന്തോഷത്തിലാണ്. ഇത്രയെല്ലാം ചെയ്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. അമ്മയുടെ സഹായം എല്ലാവർക്കും ഉണ്ട്. വിളിച്ചാൽ വിളി കേൾക്കുന്നൊരു അമ്മയാണ്. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കണം. പിന്നെ ഇവിടുത്തെ പ്രതിഷ്ഠയാണ്. അതിനെല്ലാ മനുഷ്യരും വന്ന് സഹകരിക്കണം, സഹായിക്കണം. നമുക്ക് നല്ലൊരു അനുഭവം തന്നെയാണ് ഈ അമ്മയെ കൊണ്ട് എല്ലാവർക്കും, ഈ നാടിന് വേണ്ടി ആയാലും എല്ലാം നല്ല ഇത് മാത്രം അമ്മ നമുക്ക് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കുക, സഹായിക്കും. തേക്കോട്ടി ഓട്ടോ മറിഞ്ഞു 5 പേര് ഓട്ടോയിൽ ആപ്പെട്ടു. അവിടെ 5 പേര് മരിച്ചതാണ്. ഇവിടെ ആരും മരിക്കാത്തവരില്ല. ആ കുരി വീണാൽ ഉടനെ വില്ലിങ്സാരും മൊത്തം ഇവിടുന്ന് പറഞ്ഞെറിഞ്ഞു ഇളക്കി. എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ വല്ലുവാന്നൊന്നും പറഞ്ഞു. 99 മല ഇത്ര ശക്തിയായി അപ്പൂപ്പൻ്റെ നാട്ടിനകത്ത്. ഈ മണിയും ഈ ഓടുപോകെ തെല്ലിപ്പൊളിച്ച് കാറ്റടിച്ച് പോയി. 5 പേർക്ക് ഒരാപത്തും പറ്റിയില്ല. അപ്പൂപ്പൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോരുന്നു പറഞ്ഞു. ആരും കൂടി അച്ഛനാണ് നീ പിടിക്കുന്നെങ്കിൽ പിടിച്ചോളാൻ. സത്യം ഞാൻ കരഞ്ഞു പോയി. ഞാൻ എൻ്റെ അമ്മ നെഞ്ചത്തടിച്ചോണ്ട് പറഞ്ഞു, എൻ്റെ കോട്ടപ്പാറ അമ്മേ ചതിച്ചോ. സജിനിയുടെ അച്ഛനെ കാണാൻ പോയതാ. 5 എണ്ണം ചത്തുപോയെങ്കിൽ ഞങ്ങൾ സമാനം പറയണ്ടായ.
ഇവിടെ നാളവിടെ വന്നു രക്ഷിച്ച് വിട്ടത് ഓർക്കുമ്പോൾ സങ്കടമുണ്ട് മക്കളെ. അത്ര ശക്തിയുള്ള ഒരു ക്ഷേത്രമായത്. വിളിച്ചാൽ നീ മനസ്സ് നീറി നീ എന്തെങ്കിലും സങ്കടം പറഞ്ഞാൽ ആ സങ്കടം അവിടെ നമുക്ക് വിളി കേൾക്കും. നീ വലിയ ശരം കുത്തിയപ്പോൾ അറിയാമോ, അത്ര ശക്തിയുള്ള ഈ കുഞ്ഞുങ്ങളെല്ലാം കിടന്ന് കഷ്ടപ്പെടുന്നു. ചത്തെടുത്തെടുത്തോണ്ട് വന്നതിനെ ഇവിടെ നോക്കിയാൽ മതി, രക്ഷിക്കും. ഈ കുഞ്ഞിൻ്റെ പനിയും നീനും ഒക്കെ ഇപ്പം തന്നെ പോവും. എനിക്ക് ഉറപ്പുണ്ടേ, എനിക്ക് നല്ല വിശ്വാസമുള്ള ക്ഷേത്രമായത്. വിളിച്ചാൽ വിളി കേൾക്കുന്നത്. ഇവിടെ തൂത്തുകൊണ്ട് നടക്കുമായിരുന്നു ഞാൻ. തൂത്ത് കാണുന്ന വീട്ടിൽ പണിയായപ്പോൾ ഞാൻ പോയില്ല. ആ സമയത്ത് വെളുപ്പിനെ 3 മണിക്ക് എന്നെ വന്ന് വിളിക്കുന്നു. അപ്പോൾ ആരോ വന്ന് വിളിക്കുന്നു, തൂക്കാൻ വരുന്നില്ലേ. അപ്പം ഞാൻ സ്വപ്നം കണ്ടു. ആരാ എന്നെ വിളിക്കുന്നത്? ഞാൻ കോട്ടപ്പാറ അമ്മയെന്ന്. എൻ്റെ അച്ഛൻ മരിച്ചു, അമ്മ മരിച്ചു. ഇത്ര സങ്കടം എനിക്കുണ്ടായിട്ടില്ല. എന്നെ വിറയിലും അങ്ങ് തുടങ്ങി. കൊച്ചേ ഞാൻ കരഞ്ഞെടുത്ത് മുറ്റത്ത് എന്തോ അമ്മയെന്ന് ചെറുക്കൻ ചോദിച്ചു. കോട്ടപ്പാറ അമ്മ വന്ന് ഞാൻ തൂക്കാൻ പോവാടാന്ന്. ഇത്ര ശക്തിയാണ് ഇവിടെ. എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞാൻ വിചാരിച്ചാലും കലകിപ്പനി ഉള്ളായിരുന്നു. പക്ഷേ ഇപ്പം ആ അമ്മ എന്നെ വന്ന് നീ കാണിച്ച രീതിയിൽ എന്നെ വിളിച്ചപ്പോഴാണ് എനിക്ക് സംഭവം എനിക്ക് മനസ്സിലായത്. ഇവിടെ ആളുണ്ട്, വിളിച്ചാൽ വിളി കേൾക്കുന്നത് നല്ല തിടുക്കത്തിൽ. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് 5 ലക്ഷം രൂപ വേണം, പൈസ അടയ്ക്കാനൊക്കെ ഉണ്ട്. എഞ്ചിനീയറിന് എൻ്റെ കുഞ്ഞിവിടെ വന്ന് പറഞ്ഞു. അവളാ പെട്ടിയെല്ലാം മേടിച്ചത് പൈസയും കൊണ്ട് കൊടുത്തത്. ഈ 5 ലക്ഷം രൂപ എൻ്റെ കുഞ്ഞിന് പരീക്ഷ എഴുതണമെങ്കിൽ 5 ലക്ഷം രൂപ. അമ്മ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കാശില്ല, എന്ത് ചെയ്യാൻ? ഒരു ലോൺ എഴുതി കൊടുത്തിട്ട് പോലും കാശില്ല അമ്മേ. ഞാൻ കരഞ്ഞുകൊണ്ട് എൻ്റെ കുഞ്ഞ് ഞാനിവിടെ വന്ന് പറഞ്ഞു. പരീക്ഷ എഴുതുന്നതിൻ്റെ 2 ദിവസത്തിന് മുമ്പ് അവർ ഫേസ്ബുക്കിൽ കാശ് കൊടുത്തു. വിളിച്ചാൽ വിളി കേൾക്കത്തില്ലയോ? ആ കുഞ്ഞ് പരീക്ഷ എഴുതി പാസ്സായി. വിളിച്ചാൽ വിളി കേൾക്കത്തില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇവിടെ പാസ്സായി. എനിക്ക് എത്ര സങ്കടമുണ്ട് മക്കളെ. ഞാൻ പ്രത്യേകത്തെക്കുറിച്ച് എനിക്ക് ഭയങ്കര. എൻ്റെ ആല് മുറിച്ച് ഇവിടെ ഞാനിവിടെ ആല് വെച്ചു, ആല് മുറിച്ച്, ആല് മുറുക്കാനും വെച്ച് പട്ടാഴി അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന് മുറുക്കാനും വെച്ച് ആലെല്ലാം മുറിച്ചു. ഈ പടികളകത്തില്ലയോ, ഞാൻ അതിന് ഞങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അതിനകത്ത് വരത്തി അത് നമുക്ക് അനുഭവമുള്ളത് സത്യമാക്കണം. ജനങ്ങളെല്ലാം അറിയട്ടെ, സന്തോഷിക്കട്ടെ. ഞങ്ങൾക്ക് ജീവിതത്തിൽ എനിക്ക് 62 വയസ്സുണ്ട്. ഈ 62 വയസ്സിനോടവിടെ എൻ്റെ അമ്മയുടെ കൂട്ടിരുന്ന് അങ്ങ് മരിക്കണമെന്ന് എൻ്റെ ആഗ്രഹം. അങ്ങനെയുള്ള എൻ്റെ പൊന്നുമക്കളെ എനിക്ക് പറയാനെ കൊണ്ട് ഇനി ഒരുപാട്. കൊടപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാൽ എൻ്റെ അമ്മയെ പിന്നെ ഇവിടെ കൊണ്ടൊരു വലിയ ചെലവും കൊണ്ട് കുത്തിയിടാം. ആ ശക്തി ഇന്നുകൊണ്ട് അന്നുകൊണ്ട് എപ്പോഴും ഉണ്ട്. ഇനിയിപ്പം ദേവിയിൽ പിന്നെ മാത്രം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇനിയും നമ്മൾ കളിക്കുന്ന കളിയൊന്നും അല്ല. എല്ലാവരും കളിച്ച് ചാടുന്ന ചാട്ടം കൊണ്ടുവരുന്നത് എല്ലാവരും ചെയ്യേണ്ട രീതിയിൽ ചെയ്തേലേ പറ്റത്തുള്ളൂ. ഞാൻ കണ്ടില്ല നീ കണ്ടില്ലെന്നും പറഞ്ഞിട്ട് നേരത്തെ ഇരുന്ന്. ഇനിയിപ്പോൾ അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല. ഒരു സ്ഥലമാക്കാത്തോടെന്ന് പറഞ്ഞാൽ മനുഷ്യന് അത് ഇത്ര ആക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ മഹത്വം കാണാം. അങ്ങനെ ദിവസങ്ങളോളം നമ്മുടെ ഈ ഉത്സവം എന്താ പറയുക വിജയത്തിലെത്തിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന നിരവധി ആൾക്കാർ ഇതിന് നമ്മുടെ ഈ ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലും നിരവധി ആൾക്കാരുണ്ട്. അതുപോലെ പിന്നിൽ പ്രവർത്തിക്കുന്ന നിരവധി ആൾക്കാരെ നമുക്ക് കാണാം. അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ദേവി ഞങ്ങളെ ജഗദാംബികേ തുണയേകണേ, അമ്മേ തുണയേകണേ, ദർശനം തന്നരുളേണമേ. നമ്മുടെ അറിവുകൾക്ക് മേലെയുള്ള പല കാര്യങ്ങളും നമുക്കിവിടെ നിന്ന് പ്രായമായവരിൽ നിന്ന് അറിയാൻ സാധിച്ചു. അവരുടെ അനുഭവങ്ങളും അവരുടെ കഷ്ടപ്പാടുകളും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച നിരവധി ആളുകളുടെ അനുഭവങ്ങളും എല്ലാം നമുക്ക് ഇന്നിവിടെ വന്നതുകൊണ്ട് അറിയാൻ പറ്റി.
ഈ ഒരു അമ്പലം 10 വർഷത്തെ ഒരു ഒരു കൂട്ടം ജനങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ 2024 ഇത് സബലീകരിക്കാനും ഇത് ഈ ഒരു നിലയിലേക്ക് എത്തിക്കാനും ആളുകൾക്ക് സാധിച്ചത്. ഒരു ഗ്രാമത്തിൻ്റെ തന്നെ ഒത്തൊരുമയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അവരുടെ കഷ്ടപ്പാടുകളും എല്ലാവരും ഇവിടെ എല്ലാവരും തന്നെ ഭയങ്കര പണമുള്ളവരോ ഒന്നുമല്ല. അവരുടെ എല്ലാം ചെറിയ സമ്പാദ്യങ്ങളിൽ നിന്നുള്ള ഒരു ഭാഗം കൊടുത്ത് 10 വർഷം എടുക്കേണ്ടി വന്നു ഈ ഒരു ഇത് പണി കഴിപ്പിക്കാൻ വേണ്ടിയിട്ട്. അത്രയ്ക്കും അതിനു വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്ന ഒരു കൂട്ടം നല്ല മനുഷ്യരുടെ നാടാണ് നമ്മുടെ കൊക്കാത്തോടെന്ന് പറയുന്നതിൽ അഭിമാനവും അതിലേറെ സന്തോഷമുണ്ട്. എൻ്റെ ഗ്രാമത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷം അതും എൻ്റെ ചാനലിൽ കൂടെ അറിയിക്കാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷവും അഭിമാനവും ഉണ്ട്. അപ്പം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരും വരേക്കും ബൈ. ഉറപ്പായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.